എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സബോളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞാലും നല്ലതാണേ. ഞാനിപ്പോൾ ഒരുപാടങ്ങ് കുഞ്ഞാക്കുന്നില്ല, ഇത്തിരി വലിയതായിട്ടാണ് അരിയുന്നത്. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ആ സബോള കൂടി ഇതിലേക്ക് അരിഞ്ഞിടണം. ഇതുപോലെ ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ മോനാണെങ്കിൽ ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ട് അരിയുന്നത്. ഇതുപോലെ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ സബോളയും കൂടെ പൊളിച്ച് ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിത് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഈ സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് സബോള എടുത്തതേ ഉള്ളൂ. ഇതിനി കഴുകിയിട്ട് നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ സബോള കൂടി അതിലേക്ക് അരിഞ്ഞിടാം. സബോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. അതിലേക്ക് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം എന്നൊക്കെ പറയത്തില്ല അത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ ചെറിയ ഉള്ളി ചേർത്താലും നല്ലതാട്ടോ അരയ്ക്കാനായിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരണം. ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു. പൊട്ടിയപ്പോഴത്തേന് നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങും സബോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ച് വെക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കാം. അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് കൂടെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു. ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വെന്തില്ല, ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചു. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്, ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തി വെച്ചാൽ ഈ അരപ്പും ഈ കഷ്ണവും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വെന്ത് ആ അരപ്പൊക്കെ ഒന്ന് വെന്തിരിക്കും. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ച് വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അരപ്പും കഷ്ണമൊക്കെ വെന്ത് നല്ല പരുവത്തിനായിട്ടുണ്ട്. കണ്ടോ, ഒരു ശരം പോലും വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ. ഇതുപോലെ ഈ പെരിഞ്ജീരകം ചേർത്ത് കഴിയുമ്പോഴത്തേനും തോരൻ അത് നല്ലൊരു മണമൊക്കെയാണ്. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയൊക്കെ അരച്ച് നമുക്ക് ചോറുണ്ണാനായിട്ടൊരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ രാവിലെ പൊതി കെട്ടി കൊടുത്തു വിടാനൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പം നിങ്ങളിതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.